ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആംപ്ലിഫയർ ബോർഡുകൾക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ട് എങ്ങനെ ട്രാൻസ്ഫോർമർ കണ്ടുപിടിക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതൊരു സബ് ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. മിഡ് ലൈൻ എന്ന കമ്പനിയുടെ ബോർഡാണ്. നമുക്ക് ഇത് തന്നെ നോക്കാം. ഇതിലേക്ക് ഈ ബോർഡ് 30 പവർ പ്ലേ വരുന്ന ഒരു ബോർഡാണ്. ഇതിലേക്ക് നമുക്ക് എത്ര വോൾട്ട് ട്രാൻസ്ഫോർമറാണ് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഈ 30 നമുക്ക് 18 × 1.4, അപ്പോൾ നമുക്ക് 25.2 കിട്ടുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമർ നമുക്ക് മാച്ച് ആവില്ല. നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് 22 22 × 1.4 നോക്കുക, 30.8 കിട്ടി. നമുക്ക് 22 ട്രാൻസ്ഫോർമർ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 30 കറക്റ്റ് ഇനി നമുക്ക് നോക്കാം. ഇതൊരു 12 3 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ്. ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടും എന്ന് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. 12 × 1.4 ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് 16.8, അത് 17 വോൾട്ടാണ് നമുക്ക് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഡ്യുവൽ സപ്ലൈ ആണെങ്കിൽ 16 കിട്ടും, അല്ലെങ്കിൽ 17 കിട്ടും. മാക്സിമം കിട്ടുന്ന ഒരു വോൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ബോർഡിലേക്കും ആംപ്ലിഫയർ ബോർഡുകളിലേക്കും സപ്ലൈ ട്രാൻസ്ഫോർമർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.